രാത്രിയുടെ യാമങ്ങളിൽ വടക്കുനിന്നുള്ള മരവിപ്പിക്കുന്ന കാറ്റ് ദ വാളിന്റെ മുകളിലൂടെ ആഞ്ഞടിച്ചുകൊണ്ടിരുന്നു. ലോകത്തിന്റെ അറ്റമെന്നോണം തോന്നിപ്പിക്കുന്ന ആ കൂറ്റൻ മഞ്ഞുമതിൽ അന്ധകാരത്തിൽ ലയിച്ചു നിൽക്കുകയാണ്. ആ വന്യമായ തണുപ്പിലും കാവൽക്കാരായി 2 രൂപങ്ങൾ അവിടെ നിന്നിരുന്നു. അവരുടെ ശ്വാസം പോലും മുൻപിലെ തണുത്ത വായുവിൽ പുകപോലെ ഉയർന്നു. അവൻ ജോൺ സ്നോയെ നോക്കി കണ്ണുകളിൽ കൗതുകത്തോടെ ചോദിച്ചു, അവൾ എങ്ങനെയായിരുന്നു? ജോൺ സ്നോ ദൂരേക്ക് നോക്കി നിന്നു. അവന്റെ മനസ്സിലേക്ക് പഴയ ഓർമ്മകൾ ഇരച്ചുകയറി. അവൻ മറുപടി പറഞ്ഞു, അവൾക്ക് ചുവന്ന മുടിയായിരുന്നു. സാം വിട്ടില്ല. അവൻ വീണ്ടും ചോദിച്ചു, അവളുടെ കാലുകൾക്ക് എന്തു വലിപ്പമുണ്ടായിരുന്നു? ആ ചോദ്യം കേട്ട് ജോൺ സ്നോ ഒന്ന് അസ്വസ്ഥനായി. അവൻ തിരിഞ്ഞു നോക്കിക്കൊണ്ട് ചോദിച്ചു, നീ എന്നിൽ നിന്ന് എന്താണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്? സാമിന്റെ മുഖത്ത് ഒരു വിഷാദ ഛായ പടർന്നു. അവൻ സത്യസന്ധമായി പറഞ്ഞു, ഒരാളെ സ്നേഹിക്കുക, തിരിച്ച് അവർ നമ്മളെയും സ്നേഹിക്കുക. അതറിയാൻ എനിക്കാകെയുള്ള ഒരേയൊരു വഴി നീ മാത്രമാണ്. ജോൺ സ്നോ അവനെ നോക്കി. ഗില്ലിയെക്കുറിച്ച് ഓർത്തുകൊണ്ടവൻ ചോദിച്ചു, അപ്പോൾ നീയും ഗില്ലിയും തമ്മിൽ ഒരിക്കലും? സാം പെട്ടെന്ന് തലകുലുക്കി പറഞ്ഞു, ഇല്ല. അവൾക്കൊരു കുഞ്ഞ് ജനിച്ചതേയുള്ളൂ. മാത്രമല്ല, അവൾ ഒരിക്കലും അതാവശ്യപ്പെട്ടിട്ടില്ല. ജോൺ സ്നോ ഒരു നിമിഷം ചിന്തിച്ചു. അവൻ ചോദിച്ചു, അവൾ ആവശ്യപ്പെട്ടിരുന്നെങ്കിലോ? നീ നിന്റെ പ്രതിജ്ഞകൾ ലംഘിക്കുമായിരുന്നോ? സാമിന്റെ മുഖത്ത് ഒരു ചെറിയ ചിരി വിരിഞ്ഞു. അവൻ ഒരു രഹസ്യം പറയുന്നതുപോലെ പറഞ്ഞു, രസകരമായ കാര്യമെന്തെന്നാൽ സ്ത്രീകളുമായുള്ള ശാരീരിക ബന്ധത്തെ നമ്മുടെ പ്രതിജ്ഞകൾ കൃത്യമായി വിലക്കുന്നില്ല എന്നതാണ്. ജോൺ സ്നോ അത്ഭുതത്തോടെ അവനെ നോക്കി ചോദിച്ചു, എന്ത്? സാം വിശദീകരിച്ചു, ഞാൻ ഭാര്യയെ സ്വീകരിക്കില്ല. അത് നിഷേധിക്കാനാവില്ല. ഞാൻ കുട്ടികൾക്ക് ജന്മം നൽകില്ല. അതും വളരെ വ്യക്തമാണ്. എന്നാൽ മറ്റു ചില പ്രവൃത്തികളെക്കുറിച്ച് നമ്മുടെ പ്രതിജ്ഞകൾ പറയുന്നത് വ്യാഖ്യാനങ്ങൾക്ക് വിധേയമാണ്. ജോൺ സ്നോ വീണ്ടും പഴയ ഓർമ്മകളിലേക്ക് ഊളിയിട്ടു. വൈഗ്രിറ്റിനെക്കുറിച്ചുള്ള ഓർമ്മകൾ അവന്റെ ഹൃദയത്തിൽ ഒരു വിങ്ങലുണ്ടാക്കി. ജോൺ സ്നോന്റെ മുഖം പെട്ടെന്നിരുണ്ടു. കാട്ടിലെ ഇരുളിൽ വൈൽഡ്ലിങ്സ് താവളമടിച്ചിരിക്കുന്നിടത്തേക്ക് കാഴ്ചയെത്തുന്നു. അവിടെ കത്തുന്ന തീയുടെ വെളിച്ചത്തിൽ തെൻവാർഗ് വെളുത്ത കണ്ണുകളോടെ നിൽക്കുന്നുണ്ടായിരുന്നു. അന്തരീക്ഷം സംഘർഷഭരിതമാണ്. ടോർമണ്ട് തന്റെ വീരവാദം തുടങ്ങിക്കഴിഞ്ഞിരുന്നു. അവൻ ചോദിച്ചു, ഞാൻ നിന്നോട് അവളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? എന്റെ ഷീലായെക്കുറിച്ച്? വൈഗ്രിറ്റ് ആയുധം കൂർപ്പിച്ചുകൊണ്ട് മടുപ്പോടെ പറഞ്ഞു, ഉണ്ട്. ടോർമണ്ട് ഉച്ചത്തിൽ ചിരിച്ചുകൊണ്ട് തുടർന്നു, അതൊരു അവിസ്മരണീയമായ രാത്രിയായിരുന്നു. വൈഗ്രിറ്റ് സഹികെട്ട് പറഞ്ഞു, നീ ഒരിക്കലും ഒരു കരടിയെ ഭോഗിച്ചിട്ടില്ലെന്ന് എനിക്കറിയാം. നിനക്കുമത് നന്നായി അറിയാം. നീ ഭോഗിക്കാത്ത ആ കരടിയെക്കുറിച്ച് ആലോചിക്കാൻ എനിക്കിപ്പോൾ താൽപ്പര്യമില്ല. ഇപ്പോൾ എന്റെ ചിന്ത മുഴുവൻ ഈ അമ്പുകൾ ഓരോന്നും ഓരോ ക്രോയുടെ ഹൃദയത്തിൽ തറയ്ക്കുന്നതിനെക്കുറിച്ച് മാത്രമാണ്. ടോർമണ്ട് അവളെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു പറഞ്ഞു, നമ്മൾ കുറച്ചുനേരം കൂടി കാത്തിരിക്കേണ്ടിവരും. വൈഗ്രിറ്റ് പകയോടെ പറഞ്ഞു, നല്ലത്. നമ്മൾ എത്രത്തോളം കാത്തിരിക്കുന്നുവോ അത്രയും കൂടുതൽ അമ്പുകൾ എന്റെ പക്കലുണ്ടാകും. അവർ ഇവിടെ നമ്മുടെ മണ്ണിലേക്ക് വന്നു, വലിയൊരു മതിൽ പണിതു, എന്നിട്ട് ഇതെല്ലാം അവരുടേതാണെന്ന് പറഞ്ഞു. പിന്നെ അവർ നമ്മളെ വേട്ടയാടാൻ തുടങ്ങി. എന്നാൽ ഇത്തവണ വേട്ടയാടുന്നത് നമ്മളാണ്. സ്റ്റൈർ അവളെ നോക്കി പറഞ്ഞു, കൊലപാതകത്തെക്കുറിച്ച് നിനക്കൊരുപാട് പറയാനുണ്ട്. അമ്പുകളേക്കാൾ കൂടുതൽ വാക്കുകൾ. വൈഗ്രിറ്റ് അവനെ രൂക്ഷമായി നോക്കി പറഞ്ഞു, ആ ഗ്രാമങ്ങളിൽ വെച്ച് നിന്നെപ്പോലെ തന്നെ ഞാനും അവരെ കൊന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് നിന്നേക്കാൾ കൂടുതൽ എന്നാണ്. സ്റ്റൈർ പരിഹാസത്തോടെ പറഞ്ഞു, അതെ, പക്ഷേ അതിലൊന്നും നിന്റെ ക്രോ കാമുകനുണ്ടായിരുന്നില്ല. വൈഗ്രിറ്റ് ആത്മവിശ്വാസത്തോടെ പറഞ്ഞു, ഞാൻ അവനെ ഇതിനകം കൊന്നിട്ടുണ്ടാകും. ഇനി അതല്ലെങ്കിൽ അവനിൽ നിന്ന് ബാക്കിയാകുന്നത് എന്റെ കഴുത്തിൽ തൂങ്ങുന്ന അവന്റെ ജനനേന്ദ്രിയം മാത്രമായിരിക്കും. സ്റ്റൈർ വീണ്ടും പരിഹസിച്ചു പറഞ്ഞു, വീണ്ടും വാക്കുകൾ മാത്രം. അവനെ കാണുമ്പോൾ നീ എന്താണ് ചെയ്യുക എന്നെനിക്കറിയാം. അവന് നല്ലൊരു വിരുന്ന് നൽകും. കൂട്ടത്തിലുണ്ടായിരുന്ന എല്ലാവരും അത് കേട്ട് ചിരിച്ചു. വൈഗ്രിറ്റ് കോപം കൊണ്ട് വിറച്ചു. അവൾ സ്റ്റൈറിന്റെ നേരെ പാഞ്ഞെടുത്തു. വൈഗ്രിറ്റ് ഉറക്കെ വിളിച്ചു പറഞ്ഞു, ജോൺ സ്നോ എന്റേതാണ്. മറ്റാരെങ്കിലും അവനെ കൊല്ലാൻ ശ്രമിച്ചാൽ അവർക്കായി എന്റെ കയ്യിലൊരു അമ്പുണ്ടാകും. സ്റ്റൈറിനെ നോക്കി അവൾ താക്കീത് നൽകി, നിന്റെ മൊട്ടത്തലയൻ സുഹൃത്തുക്കളാരും എന്നെ തടയാൻ മാത്രം വേഗതയുള്ളവരല്ല. അതേസമയം കുന്നിൻമുകളിലൂടെ ഗില്ലി തന്റെ കുഞ്ഞിനെയും കൊണ്ട് നടന്നുപോകുന്നുണ്ടായിരുന്നു. താഴെയുള്ള വൈൽഡ്ലിംഗ് ക്യാമ്പ് കണ്ട് അവൾ ഭയന്നു. അവൾ വേഗത്തിൽ അവിടെ നിന്ന് നടന്നു നീങ്ങി. കാസിൽ ബ്ലാക്കിലെ ലൈബ്രറിയിൽ മെഴുകുതിരി വെളിച്ചത്തിൽ സാം പുസ്തകം വായിക്കുകയായിരുന്നു. ആ നിശബ്ദതയിലേക്ക് മേസ്റ്റർ ഏമോണിന്റെ ശബ്ദം മുഴങ്ങി. എമോൺ ചോദിച്ചു, നേരം വെളുക്കുന്നതുവരെ കാത്തിരിക്കാൻ കഴിയാത്ത എന്ത് കാര്യമാണുള്ളത് ടാർലി? സാം ഞെട്ടിത്തിരിഞ്ഞു നോക്കി ചോദിച്ചു, മാസ്റ്റർ ഏമോൺ, നിങ്ങൾ എങ്ങനെ മനസ്സിലായി ഇത് ഞാനാണെന്ന്? എമോൺ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, പാതിരാത്രിയിൽ മെഴുകുതിരി കത്തിച്ചു വായിക്കാൻ സാംവെൽ ടാർലി അല്ലാതെ മറ്റാരാണ് ഇവിടെയുണ്ടാവുക? കാസിൽ ബ്ലാക്കിൽ മറ്റേതൊരു സ്ഥലത്തേക്കാളും ഈ ലൈബ്രറിയെക്കുറിച്ച് എനിക്കറിയാം. ആയിരക്കണക്കിന് പുസ്തകങ്ങൾ, പക്ഷെ വായിക്കാൻ കണ്ണുകളില്ല. വാർദ്ധക്യം അത്ഭുതകരമായ വൈരുദ്ധ്യങ്ങളുടെ ഒരു ഉറവിടമാണ്. പക്ഷെ നീ എന്റെ ചോദ്യത്തിനുത്തരം നൽകിയില്ല. നീ എന്താണ് വായിക്കുന്നത്? സാം മറുപടി പറഞ്ഞു, മാസ്റ്റർ ഫോൾ. ഏമോൻ ഓർത്തെടുത്തു പറഞ്ഞു, ആ, വൈൽഡ്ലിങ്സ്. എനിക്ക് ഉറപ്പു നൽകാൻ കഴിയും. മേസ്റ്റർ ഫോൾ ഒരു വൈൽഡ്ലിങ്ങിന്റെ അടുത്തെങ്കിലും എത്തിയിട്ടുള്ളത് ഈ ലൈബ്രറിയിൽ വെച്ച് മാത്രമാണ്.
സാം അത് സമ്മതിക്കാതെ പറഞ്ഞു, അതെല്ലാം സത്യമാണ്. ഏമൺ പറഞ്ഞു, അതെ. നമ്മളെക്കുറിച്ച് വൈൽഡ്ലിങ്സ് പറയുന്ന കഥകളെക്കുറിച്ച് ഒന്ന് ആലോചിച്ചു നോക്കൂ. കടമയുടെ മരണമാണ് സ്നേഹം. നിന്റെ സുഹൃത്ത് ജോൺ സ്നോയോട് ഞാനതൊരിക്കൽ പറഞ്ഞിരുന്നു. അവനത് കേട്ടില്ല, നീയും കേട്ടില്ല. അതുകൊണ്ടാണ് നീ മതിലിന് മുകളിലെ കാവലുപേക്ഷിച്ച് നീ സ്നേഹിക്കുന്ന പെൺകുട്ടിക്ക് എന്ത് സംഭവിച്ചു എന്ന് വായിക്കാൻ ഇവിടെ വന്നത്. സാം വേഗത്തിൽ നിഷേധിച്ചു, എനിക്കവളോട് പ്രണയമില്ല. ഏമൺ ഉറപ്പിച്ചു പറഞ്ഞു, ഉണ്ട്. സാം വീണ്ടും പറഞ്ഞു, ഇല്ല. ഏമോൻ ശബ്ദമുയർത്തി പറഞ്ഞു, നിനക്ക് പ്രണയമാണ്. നീ അവളെ ആദ്യമായി എന്റെ അടുക്കൽ കൊണ്ടുവന്നപ്പോൾ നിന്റെ ശബ്ദത്തിൽ ഞാനത് കേട്ടതാണ്. ഞാനും ഒരിക്കൽ പ്രണയിച്ചിരുന്നു. സാം അത്ഭുതത്തോടെ ചോദിച്ചു, നിങ്ങളോ? എമോൻ തന്റെ ഭൂതകാലത്തിലേക്ക് തിരിഞ്ഞുനോക്കി പറഞ്ഞു, ഞാനിവിടെ വരുന്നതിനു മുൻപ് ആരായിരുന്നുവെന്ന് നിനക്കറിയാമോ? ഞാനൊന്നു മൂളിയിരുന്നെങ്കിൽ ഞാൻ ആരാകുമായിരുന്നുവെന്ന്? എമോൻ ടാർഗേരിയൻ ആയിരുന്നപ്പോൾ ഞാൻ ഒരുപാട് പെൺകുട്ടികളെ കണ്ടുമുട്ടിയിരുന്നു. ഒരു ഭാവി രാജാവ് എപ്പോഴും അങ്ങനെയാണ്. എന്റെ ഇഷ്ടം പിടിച്ചുപറ്റാൻ അവരിൽ ചിലർ വളരെ മുന്നിലായിരുന്നു. അതിലൊരാൾ വിജയിച്ചു. അന്ന് ഞാൻ വളരെ ചെറുപ്പമായിരുന്നു. സാം ആകാംക്ഷയോടെ ചോദിച്ചു, അവൾ ആരായിരുന്നു? ഏമോൻ പറഞ്ഞു, അവളെക്കുറിച്ച് എല്ലാം എനിക്ക് നിന്നോട് പറയാൻ കഴിയും. അവൾ ആരായിരുന്നു, ഞങ്ങൾ എങ്ങനെ കണ്ടുമുട്ടി, അവളുടെ കണ്ണുകളുടെ നിറം, മൂക്കിന്റെ ആകൃതി. അവൾ എന്റെ കൺമുന്നിൽ നിൽക്കുന്നതുപോലെ എനിക്ക് കാണാം. നിന്നേക്കാളും വ്യക്തമായി. നഷ്ടപ്പെട്ട പ്രണയത്തിന്റെ കഥകൾ പറഞ്ഞ് നമുക്ക് ഈ രാത്രി മുഴുവൻ ചിലവഴിക്കാം. ആസന്നമായ മരണത്തേക്കാൾ മധുരതരമായി മറ്റൊന്നും ഭൂതകാലത്തെ മാറ്റില്ല. പോയി കിടന്നുറങ്ങൂ ടാർലി. ഏമോൻ എഴുന്നേറ്റ് മെഴുകുതിരി ഊതിക്കെടുത്തി. സാം മുറിയിൽ നിന്ന് പുറത്തിറങ്ങി. പുറത്ത് ഗേറ്റിനരികിൽ ഗില്ലിയും പൈപ്പും സംസാരിക്കുന്നത് അവൻ കേട്ടു. സാം ഓടിച്ചെന്ന് വിളിച്ചു പറഞ്ഞു, പൈപ്പ്, ഗേറ്റ് തുറക്കൂ. പൈപ്പ് പറഞ്ഞു, എനിക്ക് കഴിയില്ല. ഗില്ലി അത്ഭുതത്തോടെ വിളിച്ചു, സാം, അത് നീയാണോ? സാം മറുപടി പറഞ്ഞു, അതെ. പൈപ്പ് പറഞ്ഞു, ഗേറ്റ് തുറക്കരുതെന്ന് തോൺ എനിക്ക് കർശനമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സാം ദേഷ്യത്തോടെ അലറി, ഓപ്പൺ ദ ഫക്കിംഗ് ഗേറ്റ്. പൈപ്പ് ഗേറ്റ് തുറക്കാൻ പോയി. അവൻ പറഞ്ഞു, നീ ചീത്ത പറയുന്നത് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. സാം പറഞ്ഞു, ഇനി അത് ശീലിച്ചോളൂ. സാം അവളെ ആശ്വസിപ്പിച്ചു, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഗില്ലി വിറച്ചുകൊണ്ട് പറഞ്ഞു, അത് ഭയാനകമായിരുന്നു. സാം പറഞ്ഞു, എനിക്ക് വളരെ ഖേദമുണ്ട്. ഗില്ലി അപേക്ഷിച്ചു, എന്നെ പറഞ്ഞയക്കാൻ അവരെ അനുവദിക്കരുത് സാം. സാം ഉറപ്പിച്ചു പറഞ്ഞു, ഒരിക്കലുമില്ല. ഗില്ലി പറഞ്ഞു, സ്ത്രീകളെ അനുവദിക്കില്ലെന്നെനിക്കറിയാം. സാം പറഞ്ഞു, നിന്നെ പുറത്താക്കാൻ ശ്രമിക്കുന്ന ആരും എന്നോട് സംസാരിക്കേണ്ടിവരും. ഇനി മുതൽ നീ എവിടെ പോയാലും ഞാനും അവിടെയുണ്ടാകും. പെട്ടെന്ന് ദൂരെ നിന്ന് ഒരു കാഹളം മുഴങ്ങി. ഒരു മൂങ്ങ ഭയത്തോടെ ശബ്ദമുണ്ടാക്കി. വൈൽഡ്ലിങ്സ് എല്ലാവരും എഴുന്നേറ്റ് കുന്നിൻ മുകളിലേക്ക് നോക്കി. നൈറ്റ്സ് വാച്ച് യുദ്ധത്തിന് തയ്യാറെടുക്കുമ്പോൾ ആ മൂങ്ങ പറന്നകന്നു. ജോൺ സ്നോ മതിലിന്റെ അറ്റത്തേക്ക് നടന്നുചെന്ന് ദൂരെ കത്തുന്ന തീനാളങ്ങളിലേക്ക് നോക്കി. യുദ്ധത്തിനായി നൈറ്റ്സ് വാച്ച് പന്തങ്ങൾ കത്തിച്ചു. വലിയ വീപ്പകൾ മതിലിന്റെ അറ്റത്തേക്ക് ഉരുട്ടിക്കൊണ്ടുവന്നു. ജാനോസ് ലിൻഡ് അലറി, വേഗം. വീപ്പകൾ സ്ഥാനത്തെത്തിച്ചു. അലിസർ തോൺ ചോദിച്ചു, 1,00,000 പേരുണ്ടെന്നാണോ നീ പറഞ്ഞത്? ജോൺ സ്നോ മറുപടി നൽകി, അതെ സർ. അലിസർ പറഞ്ഞു, നീ നിർദ്ദേശിച്ചതുപോലെ അവസരം കിട്ടിയപ്പോൾ നമ്മൾ ആ ടണൽ അടയ്ക്കണമായിരുന്നു. ജോൺ സ്നോ പറഞ്ഞു, രണ്ടായാലും അതൊരു കടുപ്പമേറിയ തീരുമാനമായിരുന്നു സാർ. സാമും ഗില്ലിയും ഒരു ഇടനാഴിയിലൂടെ നടന്നു. സാം ഒരു വാതിൽ തുറന്ന് അവർ രണ്ടുപേരും അകത്തേക്ക് കയറി. ആ മുറി നിറയെ സാധനങ്ങളായിരുന്നു. ഗില്ലി തന്റെ കുഞ്ഞിനെ ഒരു ചാക്കിൽ കിടത്തി. സാം പറഞ്ഞു, നീ ഇവിടെ സുരക്ഷിതയായിരിക്കും. കഴിയുന്നത്ര വേഗത്തിൽ ഞാൻ വന്നു നോക്കാം. ഗില്ലി ഭയത്തോടെ ചോദിച്ചു, നീ എന്നെ വീണ്ടും ഉപേക്ഷിക്കുകയാണോ? സാം പറഞ്ഞു, ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയല്ല. ഗില്ലി പറഞ്ഞു, നീ മുകളിലേക്ക് പോകുന്നു, ഞങ്ങൾ താഴെ ഇവിടെ നിൽക്കുന്നു. അത് ഉപേക്ഷിക്കലാണ്. ഇനി മുതൽ നമ്മൾ ഒരുമിച്ച് നിൽക്കുമെന്ന് നീ പറഞ്ഞു. സാം വിക്കിക്കൊണ്ട് പറഞ്ഞു, ഞാൻ ഒരേ മുറിയിൽ എന്നുദ്ദേശിച്ചില്ല. ഗില്ലി ചോദിച്ചു, പുറത്ത് നീ എന്താണ് ചെയ്യാൻ പോകുന്നത്? സാം പറഞ്ഞു, എന്റെ സഹോദരങ്ങളെ സഹായിക്കാൻ. ഗില്ലി ചോദിച്ചു, എങ്ങനെ? ഫ്രീ ഫോക്ക് വരുമ്പോൾ നീ അവരോട് യുദ്ധം ചെയ്യാൻ പോവുകയാണോ? അവർ നിന്നെ കൊല്ലും. മോൾസ് ടൗണിൽ അവർ എല്ലാവരെയും കൊന്നു. സാം പറഞ്ഞു, പുറത്ത് അവർ യുദ്ധം ചെയ്യുമ്പോൾ എനിക്കിവിടെ നിന്റെ കൂടെ ഒളിച്ചിരിക്കാൻ കഴിയില്ല. ഗില്ലി ചോദിച്ചു, എന്തുകൊണ്ട് കഴിയില്ല? അവിടെ മുകളിൽ നിന്നെക്കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല, എന്നാൽ ഇവിടെ താഴെ അതുണ്ട്. സാം അവളെ നോക്കി ഗൗരവത്തോടെ പറഞ്ഞു, നോക്കൂ, ഞാൻ നൈറ്റ്സ് വാച്ചിലെ ഒരു പുരുഷനാണ്. മതിൽ സംരക്ഷിക്കുമെന്ന് ഞാൻ വാഗ്ദാനം നൽകി. എനിക്കത് പാലിക്കേണ്ടതുണ്ട്, കാരണം അതാണ് പുരുഷന്മാർ ചെയ്യുന്നത്. സാം ഗില്ലിയെ ചുംബിച്ചു. ഗില്ലി പറഞ്ഞു, നീ മരിക്കില്ലെന്ന് എനിക്ക് വാക്കു തരൂ. സാം പറഞ്ഞു, ഞാൻ മരിക്കില്ലെന്ന് ഞാൻ വാക്കുതരുന്നു. സാം തിരിഞ്ഞ് മുറിയിൽ നിന്ന് പുറത്തിറങ്ങി. പുറത്ത് നൈറ്റ്സ് വാച്ച് ഇപ്പോഴും യുദ്ധത്തിന് തയ്യാറെടുക്കുകയായിരുന്നു. സാം പറഞ്ഞു, നമ്മളെ കൊല്ലാൻ ഒരു കൂട്ടം വൈൽഡ്ലിങ്സ് വരുന്നുണ്ട്. പൈപ്പ് ചോദിച്ചു, ശരി, നിനക്കൊരു കൂട്ടം വൈൽഡ്ലിങ്സിനെ പേടിയാണെങ്കിൽ 7 നരകങ്ങളിൽ വെച്ച് എങ്ങനെയാണ് നീ ഒരു വൈറ്റ് വോക്കറിനെ കൊന്നത്? സാം പറഞ്ഞു, ഞാൻ അതിനെ കൊല്ലുമെന്ന് എനിക്കറിയില്ലായിരുന്നു, പക്ഷേ എനിക്കെന്തെങ്കിലും ചെയ്യേണ്ടി വന്നു. എനിക്ക് വേറെ വഴിയില്ലായിരുന്നു. അവൻ ഗില്ലിയെ കൊന്ന് കുഞ്ഞിനെ കൊണ്ടുപോകുമായിരുന്നു. ഞാനപ്പോൾ സാംവൽ ടാർലി ആയിരുന്നില്ല.
ഞാൻ നൈറ്റ്സ് വാച്ചിലെ ഒരു കാര്യസ്ഥനോ റാൻഡിൽ ടാർലിയുടെ മകനോ ഒന്നുമല്ലായിരുന്നു. പൈപ്പ് ചോദിച്ചു, പക്ഷേ ഇപ്പോൾ നിനക്ക് പേടിയുണ്ട്? സാം പറഞ്ഞു, അതെ, കാരണം ഞാനിപ്പോൾ ഒന്നുമല്ല എന്ന അവസ്ഥയിലല്ല. വൈഗ്രിറ്റ് പറഞ്ഞു, അവരുടെ മിക്ക ആൾക്കാരും മുകളിലാണ്. താഴെ 20-ൽ കൂടുതൽ പേരെ കണ്ടില്ല. ബാക്കിയുള്ളവർ മാത്രം. മുൻവശം കാക്കാൻ ഒരു തടിയനും ഒരു മെലിഞ്ഞവനും മാത്രമേയുള്ളൂ. ടോർമണ്ട് അലറി, നമുക്ക് കുറച്ച് ക്രൗസിനെ കൊല്ലാം. എല്ലാവരും ആവേശത്തോടെ ആർപ്പുവിളിച്ചു. ടോർമണ്ട് അലറി, വരൂ. അവൻ തീകെടുത്തി. വൈൽഡ്ലിങ്സ് കാസൽ ബ്ലാക്ക് ലക്ഷ്യമാക്കി നീങ്ങി. ക്യാമറ മുകളിലേക്കുയർന്ന് കോട്ടയും മതിലും ദൂരെ കത്തുന്ന തീനാളങ്ങളും കാണിച്ചു. മാൻസ് റെയ്ഡറിന്റെ സൈന്യം കാട്ടിലൂടെ ചവിട്ടിമെതിച്ച് അലറിക്കൊണ്ടുവരുന്നത് കാണാമായിരുന്നു. ഒരു ഭീമൻ മാമോത്തിന്റെ പുറത്ത് സവാരി ചെയ്യുന്നു. മതിലിനു മുകളിൽ നിന്ന് നൈറ്റ്സ് വാച്ച് അത്ഭുതത്തോടെ താഴേക്ക് നോക്കി. അലിസർ ഉത്തരവിട്ടു, വില്ലാളികൾ തയ്യാറാകൂ, ബാക്കിയുള്ളവർ കാത്തിരിക്കൂ. വില്ലാളികൾ വെടിവയ്ക്കാൻ തയ്യാറായി. ഗ്രൻ അബദ്ധത്തിൽ ഒരു വീപ്പ താഴെയിട്ടു. അലിസർ ദേഷ്യത്തോടെ അലറി, തയ്യാറാകാനും കാത്തിരിക്കാനുമാണ് ഞാൻ പറഞ്ഞത്. തയ്യാറാകൂ എന്ന് പറഞ്ഞാൽ വലിക്കുക എന്നാണോ അർത്ഥം? അലിസർ ചോദിച്ചു, ഇന്ന് രാത്രി ഇവിടെ മരിക്കാനാണോ നിങ്ങളുടെ എല്ലാവരുടെയും തീരുമാനം? നൈറ്റ്സ് വാച്ച് പറഞ്ഞു, അല്ല സാർ. ടോർമണ്ടും സംഘവും കാസൽ ബ്ലാക്കിലേക്ക് ഇരച്ചുകയറി. വില്ലാളികൾ അവർക്ക് നേരെ വെടിവച്ചു. വൈഗ്രിറ്റ് നിലത്തുനിന്ന് കത്തുന്ന അമ്പുകളെടുത്ത് നൈറ്റ്സ് വാച്ചിന് നേരെ തൊടുത്തുവിട്ടു. ജാനോസ് വിളിച്ചു പറഞ്ഞു, അവർ തെക്കൻ ഗേറ്റുകൾ ആക്രമിക്കുന്നു. മതിലിനു മുകളിലുള്ള വില്ലാളികൾ റെയ്ഡറിന്റെ സൈന്യത്തിനു നേരെ അമ്പുകൾ വർഷിച്ചു. സൈന്യം പിന്നോട്ടു മാറി. മറുവശത്ത് വൈഗ്രിറ്റ് കത്തുന്ന അമ്പുകൾ തൊടുത്തുവിട്ടുകൊണ്ടിരുന്നു. ടോർമണ്ടിന്റെ സൈന്യം ഗേറ്റിലേക്ക് കയറെറിഞ്ഞു. അലിസർ അലറി, സഹോദരങ്ങളെ, 100 തലമുറകൾ ഈ കോട്ട സംരക്ഷിച്ചിട്ടുണ്ട്. നമ്മൾ ഇതുവരെ വീണിട്ടില്ല. ഇന്ന് രാത്രി നമ്മൾ വീഴില്ല. നമ്മുടെ മതിലുകൾക്ക് പുറത്തുള്ളത് മനുഷ്യരുടെ മാംസം തിന്നുന്നവരാണ്. ഇന്ന് രാത്രി അവരുടെ വയറ് നിറയ്ക്കാൻ നിങ്ങൾക്കാഗ്രഹമുണ്ടോ? നൈറ്റ്സ് വാച്ച് അലറി, ഇല്ല. അലിസർ പറഞ്ഞു, ഇന്ന് രാത്രി നമ്മൾ പോരാടും. സൂര്യനുദിക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് വാക്കുതരുന്നു, കാസൽ ബ്ലാക്ക് തലയുയർത്തി നിൽക്കും. നൈറ്റ്സ് വാച്ച് ആവേശത്തോടെ ആർപ്പുവിളിച്ചു. അലിസർ പറഞ്ഞു, നൈറ്റ്സ് വാച്ച് നിലനിൽക്കും. അലിസറും നൈറ്റ്സ് വാച്ചും ഗേറ്റ് ചാടിക്കടന്നുവരുന്ന വൈൽഡ്ലിങ്സിനു നേരെ പാഞ്ഞെടുത്തു. ടോർമണ്ട് ഗേറ്റ് കയറുമ്പോൾ പൈപ്പും സാമും അവരുടെ സ്ഥാനം വിട്ടു. മറുവശത്ത് റെയ്ഡറിന്റെ സൈന്യം മുന്നേറി. ജാനോസ് ലിൻഡ് പറഞ്ഞു, പരിശീലനമില്ല. കള്ളന്മാരുടെ സംഘം, അത്രയേയുള്ളൂ. കിങ്സ് ലാൻഡിംഗിലെ CT വാച്ചിനെ ഞാൻ നയിച്ചിട്ടുണ്ട്. ആ മനുഷ്യർ ഉത്തരവുകൾ അനുസരിച്ചിരുന്നു. ജോൺ സ്നോ പറഞ്ഞു, ഗേറ്റ് ആക്രമിക്കാൻ നമുക്ക് അവരെ അനുവദിക്കാൻ കഴിയില്ല. ജാനോസ് പറഞ്ഞു, ആ ഗേറ്റുകളുടെ കമ്പികൾ 4 ഇഞ്ച് തണുത്ത ഉരുക്കിയ സ്റ്റീലാണ്. ജോൺ സ്നോ ചൂണ്ടിക്കാട്ടി, താഴെ മാമത്തുകളെ ഓടിക്കുന്ന ഭീമന്മാരുണ്ട്. നിന്റെ തണുത്ത ഉരുക്കിയ സ്റ്റീൽ അവരെ തടയുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ജാനോസ് പുച്ഛത്തോടെ പറഞ്ഞു, ഭീമന്മാർ എന്നൊന്നില്ല. അതൊക്കെ കുട്ടികൾക്കുള്ള കഥകളാണ്. ഗ്രൻ ഓടിവന്ന് പറഞ്ഞു, ബ്രദേഴ്സ് ലിൻഡ്, സർ അലിസർക്കു നിങ്ങളെ താഴെ ആവശ്യമുണ്ടെന്ന് എനിക്ക് വിവരം ലഭിച്ചു. അദ്ദേഹത്തിന്റെ ഏറ്റവും അനുഭവസമ്പത്തുള്ള ആൾ നിങ്ങളാണ്. അദ്ദേഹത്തിന് നിങ്ങളെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. ജാനോസ് ഭീരുവിനെപ്പോലെ ഓടിപ്പോയി. ജോണും ഗ്രന്നും പരസ്പരം നോക്കി തലയാട്ടി. ജോൺ സ്നോ ഉത്തരവിട്ടു, വില്ലാളികൾ, അമ്പുകൾ തയ്യാറാക്കൂ. വില്ലാളികൾ റെയ്ഡറിന്റെ സൈന്യത്തിനു നേരെ അമ്പുകൾ വർഷിച്ചു. അവർ മതിൽ കയറാൻ തുടങ്ങിയിരുന്നു. ജോൺ സ്നോ പറഞ്ഞു, നേരം വെളുക്കുന്നതിനു മുൻപ് അവർ മുകളിലെത്തില്ല. നൈറ്റ്സ് വാച്ചിൽ വില്ലാളികളെ മതിലിന് ലംബമായി താഴേക്കിറക്കി. ഒരു വൈൽഡ്ലിംഗ് മതിലിന് മുകളിലേക്ക് അമ്പെയ്യാൻ ശ്രമിച്ചു പരാജയപ്പെട്ടു. അവന്റെ അടുത്തുള്ള ഭീമൻ തന്റെ കൂറ്റൻ അമ്പ് മുകളിലേക്ക് എയ്തു. ആദ്യത്തേത് ഒരു പോസ്റ്റ് തകർത്തു. രണ്ടാമത്തേത് ഒരു നൈറ്റ്സ് വാച്ച് അംഗത്തെ മതിലിൽ നിന്ന് തെറിപ്പിച്ചു. സ്റ്റൈർ ഒരാളെ കൊന്നു. ചോര ഓലിയുടെ മുഖത്ത് തെറിച്ചു. ജാനോസ് ലിഫ്റ്റിൽ നിന്നിറങ്ങി ഓലി ലിഫ്റ്റ് തിരികെ മുകളിലേക്ക് അയച്ചു. വൈൽഡ്ലിങ്സ് അടുക്കളയിൽ അതിക്രമിച്ചു കയറി. ജാനോസ് ഭീരുവിനെപ്പോലെ ഒരു ഇടനാഴിയിലൂടെ ഗില്ലിയും കുഞ്ഞും ഒളിച്ചിരിക്കുന്നിടത്തേക്ക് ഓടി. അവൻ അവളെ കണ്ട് ഞെട്ടി. പുറത്ത് പൈപ്പൊടുവിൽ തന്റെ ക്രോസ്ബോ ഉപയോഗിച്ച് ഒരാളെ വീഴ്ത്തി. പൈപ്പ് പറഞ്ഞു, എനിക്ക് ഒരെണ്ണത്തിനെ കിട്ടി. നേരെ ഹൃദയത്തിൽ അവൻ ചത്തു. പക്ഷെ വൈഗ്രിഡ് ഒരു അമ്പ് അവന്റെ കഴുത്തിലൂടെ പായിച്ചു. അവൻ സാമിന്റെ കൈകളിലേക്ക് വീണു. സാം കരച്ചിലടക്കി പറഞ്ഞു, നിനക്ക് കുഴപ്പമില്ല. ഞാൻ സഹായം കൊണ്ടുവരാം. മേസ്റ്റർ ഏമോൻ വരുന്നുണ്ട്. അദ്ദേഹം എല്ലാം ശരിയാക്കും. നൈറ്റ്സ് വാച്ച് ഗേറ്റിന് നേരെ വരുന്ന വൈൽഡ്ലിങ്സിനുമേൽ വീപ്പകൾ താഴെയിട്ടു. 2 ഭീമന്മാരും ഒരു മാമത്തും ഗേറ്റിനടുത്തേക്ക് വന്ന് നീളമുള്ള കയറുകൾ ഉപയോഗിച്ച് അത് വലിക്കാൻ തുടങ്ങി. ജോൺ സ്നോ ഗ്രന്നെ നോക്കി പറഞ്ഞു, പുറത്തെ ഗേറ്റ് പിടിച്ചു നിൽക്കില്ല. അലിസറും ടോർമണ്ടും തമ്മിൽ ഭീകരമായ പോരാട്ടം നടന്നു. ടോർമണ്ട് അലിസറിന്റെ വയറ്റിൽ വെട്ടി. അലിസർ നിലത്തു വീണു. അവനെ വലിച്ചുകൊണ്ടുപോയി. അലിസർ വേദനയോടെ അലറി, ആ നശിച്ച ഗേറ്റ് സംരക്ഷിക്കൂ. സാം മരിച്ച പൈപ്പിനെ മടിയിൽ കിടത്തിയിരിക്കുകയായിരുന്നു. അവനെ നിലത്തു കിടത്തി ക്രോസ്ബോ എടുത്തു. അവൻ ലിഫ്റ്റിലേക്ക് ഓടി. ദെൻ അവനെ കണ്ട് പിന്തുടർന്നു.
സാം ക്രോസ്ബോ ഉപയോഗിച്ച് അവന്റെ തലയിൽ വെടിവച്ചു. ഗ്രന്നും സംഘവും ലിഫ്റ്റിൽ നിന്നിറങ്ങി. സാം ഗ്രന്നോട് പറഞ്ഞു, ഇവിടെ താഴെ നമുക്ക് കൂടുതൽ ആളുകളെ വേണം. ഗ്രൻ പറഞ്ഞു, ഞങ്ങൾക്ക് ഗേറ്റ് സംരക്ഷിക്കണം. സാം പറഞ്ഞു, പക്ഷെ ഇവിടെ ആളുകളെ വേണം. ഗ്രൻ പറഞ്ഞു, ജോണോട് പറയൂ, അവനാണ് കമാൻഡർ. എന്റെ കൂടെയുള്ളവർ വരൂ. സാം ലിഫ്റ്റിൽ കയറി. സാം ഓലിയെ നോക്കി അലറി, എന്നെ മുകളിലെത്തിക്ക്. കേൾക്കുന്നുണ്ടോ? ഓലി ഭയം കൊണ്ട് ചെവി പൊത്തി നിലത്തിരിക്കുകയായിരുന്നു. സാം പറഞ്ഞു, നിന്റെ പേര് ഓലി എന്നല്ലേ? പറയുന്നത് കേൾക്ക് ഓലി, എന്നെ മുകളിലെത്തിക്ക്. ഞങ്ങൾ സിഗ്നൽ തരുമ്പോൾ ഞങ്ങളെ തിരികെ താഴെ ഇറക്കണം. കേൾക്കുന്നുണ്ടോ? ഓലി ലിഫ്റ്റ് ഉയർത്തി. സാം വിളിച്ചു പറഞ്ഞു, ഒരു ആയുധം കണ്ടുപിടിക്കൂ ഓലി. അവരോട് പോരാടൂ. ഓലി താഴെ കിടന്ന ഒരു അമ്പും വില്ലും നോക്കി. ജോൺ സ്നോ ചോദിച്ചു, നീ ഇവിടെ മുകളിൽ എന്താണ് ചെയ്യുന്നത്? സാം കിതച്ചുകൊണ്ട് പറഞ്ഞു, വൈഡ്ലിങ്സ് മതിലുകൾക്ക് മുകളിലെത്തി. സെർ ആലിസെർ വീണു. കോട്ടയുടെ മതിലുകൾക്ക് ഇനി അധികനേരം പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ജോൺ സ്നോ എഡിനെ നോക്കി പറഞ്ഞു, മതിൽ നീ നോക്കണം. അവർ വീണ്ടും മാമത്തുകളെ ഉപയോഗിക്കാൻ ശ്രമിച്ചാൽ അവരുടെ മേൽ തീ വർഷിക്കുക. കയറുന്നവർ വല്ലാതെ മുകളിലെത്തിയാൽ അവരുടെ മേൽ സൈദ് അരിവാൾ ഉപയോഗിക്കുക. ജോൺ സ്നോ തന്റെ വാളെടുത്തു പുറപ്പെട്ടു. ഭീമൻ ഗേറ്റ് ഉയർത്തി അതിനടിയിലൂടെ വന്നു. ഭീമൻ അകത്തെ ഗേറ്റിനു നേരെ പാഞ്ഞെടുത്തു. ഗ്രന്നും സംഘവും ഭയത്തോടെ എന്നാൽ പോരാടാൻ തയ്യാറായി നിന്നു. ഗ്രൻ പ്രതിജ്ഞ ചൊല്ലാൻ തുടങ്ങി, രാത്രി വന്നെത്തി. ഇപ്പോൾ എന്റെ കാവൽ ആരംഭിക്കുന്നു. എന്റെ മരണം വരെ അത് അവസാനിക്കില്ല. ഞാൻ ഭാര്യയെ സ്വീകരിക്കില്ല, ഭൂമി കൈവശം വയ്ക്കില്ല, കുട്ടികൾക്ക് ജന്മം നൽകില്ല, ഞാൻ കിരീടങ്ങൾ ധരിക്കില്ല. എല്ലാവരും ഒന്നിച്ചു ചൊല്ലി, മഹത്വം നേടില്ല. ഞാൻ എന്റെ പോസ്റ്റിൽ ജീവിക്കുകയും മരിക്കുകയും ചെയ്യും. ഞാൻ ഇരുട്ടിലെ വാളാണ്. ഞാൻ മതിലുകളിലെ കാവൽക്കാരനാണ്. മനുഷ്യരുടെ സാമ്രാജ്യങ്ങളെ സംരക്ഷിക്കുന്ന പരിചയാണ് ഞാൻ. ഈ രാത്രിയിലേക്കും വരാനിരിക്കുന്ന എല്ലാ രാത്രികളിലേക്കും ഞാൻ എന്റെ ജീവിതവും അഭിമാനവും നൈറ്റ്സ് വാച്ചിനു സമർപ്പിക്കുന്നു. ജോൺ, സാം, മറ്റു ചിലർ ലിഫ്റ്റിൽ താഴേക്ക് വന്നു. ജോൺ സ്നോ സാമിനോട് പറഞ്ഞു, നീ പുറത്തുണ്ടാകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. സാം പറഞ്ഞു, നിനക്കെന്നെ എന്നേക്കും സംരക്ഷിക്കാൻ കഴിയില്ല. ജോൺ സ്നോ സാമിന് ഒരു താക്കോൽ കൊടുത്തു. ജോൺ സ്നോ ലിഫ്റ്റ് വാതിൽ തുറന്ന് പുറത്തേക്ക് ചാടി യുദ്ധം തുടങ്ങി. സാം ഒരു വാതിലിന്റെ അടുത്തേക്കെത്തി അത് തുറന്നു. സാം വിളിച്ചു, ഞങ്ങൾക്ക് നിന്നെ വേണം. ടോർമണ്ടിന്റെ മുതുകിൽ ആദ്യത്തെ അമ്പുകൊണ്ടു. സ്റ്റൈർ ജോണിനെ കണ്ട് അവനോട് പോരാടാൻ പാഞ്ഞെടുത്തു. അവർ തമ്മിൽ കടുത്ത പോരാട്ടം നടന്നു. സ്റ്റൈറും ജോണും തമ്മിലുള്ള പോരാട്ടം തുടരവേ വൈഗ്രിറ്റ് ഒടുവിൽ ജോണിനെ കണ്ടു. സ്റ്റൈർ ജോണിന്റെ മുഖം ഒരു ഇരുമ്പു പാളിയിലിടിച്ചു. ജോൺ ഒരു ചുറ്റിക കൊണ്ട് സ്റ്റൈറിനെ കൊന്നു. തിരിഞ്ഞപ്പോൾ വൈഗ്രിറ്റ് ഒരമ്പ് അവന് നേരെ ഉന്നം പിടിച്ചു നിൽക്കുന്നത് കണ്ടു. അവർ രണ്ടുപേരും പരസ്പരം നോക്കി. ജോൺ പുഞ്ചിരിച്ചു. പെട്ടെന്നൊരു അമ്പ് വൈഗ്രിറ്റിന്റെ നെഞ്ചിലൂടെ തുളച്ചുകയറി. അത് ഓളിയായിരുന്നു. ജോൺ ഓടിച്ചെന്ന് വൈഗ്രിറ്റിനെ പിടിച്ചു. വൈഗ്രിറ്റ് വിളിച്ചു, ജോൺ സ്നോ. ജോൺ സ്നോ പറഞ്ഞു, വേണ്ട, സംസാരിക്കണ്ട. വൈഗ്രിറ്റ് ചോദിച്ചു, ആ ഗുഹ നിനക്ക് ഓർമ്മയുണ്ടോ? ജോൺ തലയാട്ടി. വൈഗ്രിറ്റ് പറഞ്ഞു, നമ്മൾ ആ ഗുഹയിൽ തന്നെ കഴിയണമായിരുന്നു. ജോൺ സ്നോ പറഞ്ഞു, നമുക്ക് അവിടേക്ക് തിരിച്ചു പോകും. ചുറ്റും യുദ്ധം തുടർന്നുകൊണ്ടിരുന്നു. മറുവശത്ത് റെയ്ഡറിന്റെ സൈന്യം മതിൽ കയറിക്കൊണ്ടിരുന്നു. എഡ് വിളിച്ചു പറഞ്ഞു, സൈത്ത് താഴെയിടൂ. ഒരു കൂറ്റൻ അരിവാൾ മതിലിന് ചേർന്ന് താഴേക്ക് പതിച്ചു. കയറിക്കൊണ്ടിരുന്നവരെ മുഴുവൻ അതരിഞ്ഞു വീഴ്ത്തി. റെയ്ഡറിന്റെ സൈന്യം പിൻവാങ്ങി. നൈറ്റ്സ് വാച്ച് ആവേശത്തോടെ ആർപ്പു വിളിച്ചു. എഡ് പറഞ്ഞു, അത്ര ഉറക്കെ ആർപ്പു വിളിക്കേണ്ട. ഇപ്പോഴും നമ്മളെക്കാൾ 1000 മടങ്ങ് കൂടുതൽ ആളുകൾ അവർക്കുണ്ട്. കാസിൽ ബ്ലാക്കിന്റെ മതിലുകൾക്കുള്ളിൽ മുതുകിൽ 2 അമ്പുകളുമായി ടോർമണ്ട് വാൾ വീശിക്കൊണ്ടിരുന്നു. ജോൺ സ്നോ പറഞ്ഞു, ടോർമണ്ട്, ഇത് കഴിഞ്ഞു, അവസാനിപ്പിക്കൂ. ടോർമണ്ട് പറഞ്ഞു, ഒരു പുരുഷൻ അവസാനിക്കുന്നതിങ്ങനെയാണ്. ജോൺ സ്നോ ഒരു ക്രോസ്ബോ എടുത്ത് ടോർമണ്ടിന്റെ കാലിൽ വെടിവെച്ചു. എന്നിട്ട് അവന്റെ ആയുധം തട്ടിക്കളഞ്ഞു. ആരോ തന്റെ മുറിയിൽ കയറുന്നത് ഗില്ലി കേട്ടു. അവൾ ഒരു ആയുധമായി മാംസത്തിന്റെ ഒരു കഷണമെടുത്തു. സാം വിളിച്ചു പറഞ്ഞു, ഇത് ഞാനാണ്.
ഞാൻ വാക്കു തന്നില്ലേ? സാം തിരിഞ്ഞു നോക്കിയപ്പോൾ ജാനോസിനെ കണ്ടു. പുറത്ത് നൈറ്റ്സ് വാച്ച് യുദ്ധത്തിനു ശേഷം വൃത്തിയാക്കുകയായിരുന്നു. സാമും ജോണും പടികളിറങ്ങി വന്നു. സാം പറഞ്ഞു, നമ്മൾ അവരെ തടഞ്ഞു നിർത്തി. ജോൺ സ്നോ പറഞ്ഞു, ഒരു രാത്രിത്തേക്ക്. സാം പറഞ്ഞു, ഇതൊരു വലിയ വിജയമാണ്. ജോൺ സ്നോ പറഞ്ഞു, വലിയ വിജയമോ? മാൻസ് നമ്മുടെ പ്രതിരോധം പരീക്ഷിക്കുകയായിരുന്നു. അവൻ ഏതാണ്ട് അകത്തു കടന്നു. അവന് ഇനിയും ഭീമന്മാരുണ്ട്, മാമത്തുകളുണ്ട്. 1000 മടങ്ങ് സൈന്യമുണ്ട്. ഇന്ന് രാത്രി അവർ വീണ്ടും നമ്മളെ ആക്രമിക്കും. ചിലപ്പോൾ 1-2 ദിവസം നമുക്ക് പിടിച്ചു നിൽക്കാം, പക്ഷേ നമുക്ക് അവരെ ഒരിക്കലും തോൽപ്പിക്കാൻ കഴിയില്ല. സാം ചോദിച്ചു, നീ എവിടേക്കാണ് പോകുന്നത്? ജോൺ സ്നോ പറഞ്ഞു, ഞാൻ മാൻസിനെ കണ്ടെത്താൻ പോകുന്നു. സാം ചോദിച്ചു, എന്തിന്? നിനക്കത് ചെയ്യാൻ കഴിയില്ല. ആരും നിനക്കുത്തരവുകൾ നൽകിയിട്ടില്ല. ജോൺ സ്നോ ചോദിച്ചു, ഉത്തരവുകൾ നൽകാൻ ആരാണ് ബാക്കിയുള്ളത്? വൈൽഡ്ലിംഗ് സൈന്യം ഒരു സൈന്യമായിരിക്കുന്നത് മാൻസ് ഉള്ളതുകൊണ്ടാണ്. അവൻ 100 യുദ്ധം ചെയ്യുന്ന ഗോത്രങ്ങളെ ഒന്നിപ്പിച്ചു. മാൻസ് ഇല്ലെങ്കിൽ അവർക്ക് അവരുടെ നേതാവിനെ നഷ്ടപ്പെടും. അവർക്ക് അവരുടെ ലക്ഷ്യം നഷ്ടപ്പെടും. അവർ വീണ്ടും പരസ്പരം പോരടിക്കും. അവരവരുടെ വീടുകളിലേക്ക് ചിതറിപ്പോകും. സാം പറഞ്ഞു, അവർ ഒരിക്കലും നിന്നെ അവന്റെ 100 വാര അടുത്തെത്താൻ അനുവദിക്കില്ല. ജോൺ സ്നോ പറഞ്ഞു, ഞാൻ പോയില്ലെങ്കിലും അവൻ എന്നെ കൊല്ലും. ബാക്കിയുള്ള നമ്മളെയും അവൻ കൊല്ലും. സാം പറഞ്ഞു, അവൻ നിന്നെ വെറുതെ കൊല്ലുകയല്ല ചെയ്യുക. അവർ നിന്നെ കീറിമുറിക്കും. ദിവസങ്ങളോളം അത് നീണ്ടുനിൽക്കും. ജോൺ സ്നോ പറഞ്ഞു, നീ പറഞ്ഞത് ശരിയാണ്. ഇതൊരു മോശം പദ്ധതിയാണ്. ജോൺ അവിടെ കുറച്ചുനേരം നിന്നു. അവനും സമ്മും പരസ്പരം നോക്കി. പിന്നെ അവൻ നടന്നു നീങ്ങി. സാം അവന്റെ പുറകെ ഓടി. അവർ ഗേറ്റിലേക്കുള്ള ടണലിലൂടെ നടന്നു. ഭീമനും ഗ്രന്നും സംഘവും മരിച്ചുകിടക്കുന്നത് കണ്ടു. ജോൺ സ്നോ പറഞ്ഞു, അവർ ഗേറ്റ് സംരക്ഷിച്ചു. മൃതദേഹങ്ങൾ കത്തിക്കണം. പുറത്തെ ഗേറ്റ് ഉയർത്തുക. ഞാൻ പുറത്തിറങ്ങിയ ഉടൻ തന്നെ അത് താഴ്ത്തണം. ഗേറ്റ് ഉയർത്താനുള്ള സിഗ്നലായി സാം പന്തം വീശി. ജോൺ തന്റെ വാളൂരി. സാം ചോദിച്ചു, നീ എന്താണ് ചെയ്യുന്നത്? ജോൺ സ്നോ പറഞ്ഞു, ഇനിയൊരിക്കലും ഇത് നഷ്ടപ്പെടുത്തില്ലെന്ന് ഞാൻ ജിയോറോട് വാക്കു പറഞ്ഞിരുന്നു. അവൻ വാൾ സാമിന് നൽകി. ഞാൻ തിരിച്ചുവന്നില്ലെങ്കിൽ. സാം വികാരാധീനനായി പറഞ്ഞു, ജോൺ, ഇല്ല, നീ തിരിച്ചുവരണം. ഗേറ്റ് ഉയർന്നു. ജോൺ സ്നോ അതിലൂടെ പുറത്തേക്ക് നടന്നു. മഞ്ഞുമൂടിയ ശൂന്യതയിലേക്ക് അവൻ തനിയെ നടന്നു നീങ്ങി. എപ്പിസോഡ് അവസാനിക്കുന്നു. ഗെയിം ഓഫ് ത്രോൺസിന്റെ ബാക്കി എപ്പിസോഡുകൾ മിസ്സാവാതിരിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.